കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. +2 കെമിസ്ട്രിയുടെ 4ാമത്തെ പാഠമായ കെമിക്കൽ കൈനറ്റിക്സിലെ 2ാമത്തെ പാർട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്? ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത, സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് പറയുന്ന ഒരു കെമിസ്ട്രിയുടെ ശാഖയാണ്. സോ കെമിക്കൽ കൈനറ്റിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി which deals with the study of rate or speed of a chemical reaction, factors affecting the rate of reaction, and the mechanism by which the reaction takes place. അപ്പോൾ നമ്മളെ ചുറ്റുപാടിൽ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ, കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ചിലത് വളരെ വേഗത്തിൽ നടക്കുന്നത്, ചിലത് വളരെ സ്ലോയിൽ നടക്കുന്നത്, ചിലത് രണ്ടിൻ്റെ ഇടയിൽ മോഡറേറ്റ് ആയി നടക്കുന്നത്. നമുക്ക് പരിചയമുള്ള ഇരുമ്പ് തുരുമ്പെടുക്കുന്നത്, റെസ്റ്റിംഗ് ഓഫ് അയൺ, ഇറ്റ് ടേക്സ് മന്ത്സ് ആൻഡ് ഇയേഴ്സ്, മാസങ്ങളോ വർഷങ്ങളോ എടുത്തിട്ടാണ് ഇരുമ്പ് തുരുമ്പെടുക്കുന്നത്. അത് വെരി സ്ലോ റിയാക്ഷനാണ്. നമുക്കറിയാം, നമ്മുടെ LPG ഗ്യാസ് കത്തുന്നത് അല്ലെ, വീട്ടിലൊക്കെ LPG ഗ്യാസ് കത്തുന്ന റിയാക്ഷൻ, അത് ബ്യൂട്ടൈൻ ഗ്യാസ് ആണ്. വളരെ പെട്ടെന്ന് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് കത്തും, വെരി ഫാസ്റ്റ് റിയാക്ഷനാണ്. എന്നാൽ ഫോട്ടോസിന്തസിസ്, പ്ലാന്റ്സിന്റെ ലീഫിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസ് ഒരു മോഡറേറ്റ് സ്പീഡ് റിയാക്ഷനാണ്. സൺലൈറ്റിന്റെ പ്രസൻസിൽ അവിടെ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ഫുഡ് പ്രിപ്പറേഷൻ. അപ്പോൾ എന്തുകൊണ്ട് ചില റിയാക്ഷൻ സ്പീഡിൽ, ചില റിയാക്ഷൻ വളരെ സ്ലോയില്, ഇതിനിടയിൽ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ചാപ്റ്റർ. നിങ്ങൾ ഓൾറെഡി ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. വാട്ട് ഈസ് എ റേറ്റ് ഓഫ് എ റിയാക്ഷൻ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വേഗത, സ്പീഡ് എന്ന് പറയുമ്പോൾ രാസപ്രവർത്തനത്തിൽ അത് പറയുന്നത് കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ്. സാധാരണ വിമാനത്തിൻ്റെയോ ഒരു ബസ്സിൻ്റെയോ ഒക്കെ വേഗത പറയാ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈമാണ്. അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയാണ്. ഒരു ബസ് ഇത്ര ദൂരം ഇത്ര സമയം കൊണ്ട് സഞ്ചരിച്ചു എന്ന് പറയുന്ന പോലെ ഒരു റിയാക്ഷനിൽ റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തു വിത്തിൻ യൂണിറ്റ് ടൈം എന്ന് പറയുന്നതാണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. സോ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഓർ പ്രൊഡക്റ്റ് ഇൻ എ യൂണിറ്റ് ടൈം. സോ നമുക്കറിയാം, ഒരു കെമിക്കൽ റിയാക്ഷൻ കണക്കാക്കുമ്പോൾ അവിടെ ഇനീഷ്യലി റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ, പ്രോഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് കുറയുകയും കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് കൂടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് റേറ്റിനെ റിയാക്റ്റൻസിന്റെ പേരിലും പ്രോഡക്ട്സിന്റെ പേരിലും എക്സ്പ്രസ് ചെയ്യുമ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഇൻ എ ടൈം, യൂണിറ്റ് ടൈം, ഓർ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് പെർ യൂണിറ്റ് ടൈം, അഥവാ decrease of concentration of reactant by time or increase of concentration of product by time. അല്ലെ, അങ്ങനെയല്ല റിയാക്ഷനിൽ റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കുറയും, പ്രോഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പം ഒരു സമയത്തിനുള്ളിൽ കുറഞ്ഞ റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കൂടിയ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ, ഇങ്ങനെയാണ് നമ്മൾ റേറ്റ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ആ റേറ്റിന് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി. സോ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് നമ്മൾ കണക്കാക്കുമ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ബൈ ടൈം. അവിടെ മൈനസ് ഇൻഡിക്കേറ്റ് ഡിക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് എന്നാണ്. പ്രോഡക്റ്റിന്റെ പേരിൽ പറഞ്ഞു റേറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഈ ഡെൽറ്റ പി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. അവിടെ നമ്മൾ മനസ്സിലാക്കി ഈ പ്ലസ് ഇൻഡിക്കേറ്റ് ഇൻക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. ശേഷം നമ്മൾ പറഞ്ഞു ആ റേറ്റ് രണ്ട് രീതിയിൽ പറയാം. ആവറേജ് റേറ്റ് ആയിട്ടും ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആയിട്ടും. അല്ലെ, ഒരു റേറ്റ് രണ്ട് സമയത്തിനിടയിൽ ബിറ്റ്വീൻ 2 ടൈം ഇന്റർവെല്ലാണെങ്കിൽ അതർ റേറ്റിനെ ആവറേജ് റേറ്റ് എന്ന് പറയും. ആവറേജ് ആർ എ വി ഇസിക്കൽ ടു പ്ലസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഓർ മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. അത് നമ്മളൊരു ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫിൽ നിന്ന് രണ്ട് സമയം T1 T2 സെലക്ട് ചെയ്തിട്ട് രണ്ട് കോൺസെൻട്രേഷൻ C1 C2 നമ്മൾ ഈ എക്സ് ആക്സിൽ സെലക്ട് ചെയ്യുമ്പോൾ, Y ആക്സിൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഡെൽറ്റ റേറ്റ് ആവറേജ് റേറ്റ് കാണാൻ സാധിക്കും. അതോടൊപ്പം മറ്റൊരു റേറ്റാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം.
അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ നമ്മുടെ ഗ്രാഫ് നോക്കുമ്പോൾ അവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുകയും ആ ടാൻജന്റ് സ്ലോപ്പ് ആയിരിക്കും ഇൻസ്റ്റന്റിയസ് റൈറ്റ്. സോ ആർ ഇൻസ്റ്റന്റ് ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. സോ ആ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കാണാനും നമ്മൾ മനസ്സിലാക്കി. പിന്നീട് നമ്മൾ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ പഠിച്ചു. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിനെ ഡിപ്പെൻഡ് ചെയ്യും റിയാക്ടൻസിന്റെയും പ്രൊഡക്റ്റിന്റെയും റേറ്റ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ജനറലി എ പ്ലസ് ബി സി സി പ്ലസ് ഡി എന്ന ഒരു ജനറൽ റിയാക്ഷന്റെ റേറ്റ് എഴുതുമ്പോൾ -1/a ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഓർ -1/a ഡി എ ബൈ ഡി ടി is equal to -1/b db by dt is equal to +1/c dc by dt is equal to +1/d dd by dt. അപ്പോൾ അവിടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യണം എന്ന എക്സാമ്പിളും പഠിച്ചു. അവിടെ നമ്മൾ മൈനസ് വരുന്ന റിയാക്ടൻസിന് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എന്നും പ്ലസ് വരുന്ന പ്രോഡക്ട്സിന് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓർ റേറ്റ് ഓഫ് അപ്പിയറൻസ് എന്നും മനസ്സിലാക്കി. ഇങ്ങനെ നമ്മൾ റേറ്റ് എക്സ്പ്രസ് ചെയ്യാനും പഠിച്ചു. ഇനി ഇതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് റിയാക്ഷനിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ അഥവാ റേറ്റ് ഓഫ് റിയാക്ഷനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ, ആ ഘടകങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. എക്സ്പ്രസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്റ്റ്. 4NH3 + 5O2 gives 4NO + 6H2O. ഈ റിയാക്ഷനെ റേറ്റ് എക്സ്പ്രസ് ചെയ്യണം. റിയാക്ടൻസിന്റെ പേരും പ്രോഡക്ട്സിന്റെ പേരും ഒരു ചോദ്യം. അതിന് പുറമെ ചോദിക്കുകയാണ് ഇഫ് റേറ്റ് ഓഫ് NO ഈസ് 3.6 × 10⁻³ mole liter inverse second inverse, calculate rate of disappearance of NH3 and rate of formation of H2O. ഈ പ്രോബ്ലം ആണ് ഈ ഭാഗത്ത് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 4, 5, 4, 6, റിയാക്ടൻസ് NH3O2, പ്രൊഡക്ട്സ് NOH2. നമുക്ക് ഇതിന്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യാം ഇൻ ടേംസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്റ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. സോ റേറ്റ് ഈസ് ഈക്വൽ ടു -1/4 dNH3/dt അഥവാ ഡിഫറൻഷ്യൽ റേറ്റ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത് ഈസ് ഈക്വൽ ടു -1/5 dO2/dt is equal to +1/4 dNO/dt is equal to +1/6 dH2O/dt. സോ റേറ്റ് എക്സ്പ്രസ് ചെയ്തു ഇൻ ടേംസ് ഓഫ് റിയാക്ടൻസും ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ട്സും. റിയാക്ടൻസിൽ നെഗറ്റീവ് സൈൻ കൊടുക്കണം, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യണം. സോ -1/4 -1/5 +1/4 +1/6. ഇതാണ് ആദ്യ ചോദ്യം. എക്സ്പ്രസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ 4NH3 + 5O2 gives 4NO + 6H2O in terms of reactants and products. കഴിഞ്ഞു. അടുത്ത ചോദ്യം റേറ്റ് ഓഫ് NO 3.6 × 10⁻³ mole liter inverse second inverse ആണെങ്കിൽ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് അമോണിയ NH3 എത്ര, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് H2O എത്ര? അഥവാ ഇയാളുടെ വാല്യൂ തന്നിട്ടുണ്ട്. അമോണിയന്റെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസും വാട്ടർ റേറ്റ് ഓഫ് ഫോർമേഷനും കാണാം. നമുക്ക് ആദ്യം അമോണിയന്റെ കാണാം. സോ നമുക്ക് കാണേണ്ട ആൾ ഇയാള്, തന്നിരിക്കുന്ന ആള്, ആ രണ്ടാളെയും ഇക്വേറ്റ് ചെയ്യാം. ഈ റേറ്റ് ഈക്വൽ ആണ്. സോ -1/4 dNH3/dt is equal to +1/4 dNO/dt. വളരെ സിമ്പിൾ ആണ്. സോ dNH3/dt minus dNH3/dt rate of disappearance of ammonia is equal to ഈ 4 മോളും 4/4 into what is the value of rate of NO? Rate of NO 3.6 into 10⁻³ So 4/4 is equal to 1. The answer is 3.6 into 10⁻³ mole liter inverse second inverse. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. Rate of disappearance of ammonia same as to rate of formation of NO ആണ്, because stoichiometric coefficient same. അതങ്ങനെ തന്നെ കാണുന്നതാണ്, പക്ഷെ ഞാൻ വഴിയിലൂടെ ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം വരുന്നത് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ ആണ്. തന്നിരിക്കുന്നത് NO തന്നിരിക്കുന്നു. സോ NOയും വാട്ടർ ഇക്വേറ്റ് ചെയ്യാം. സോ +1/4 dNO/dt is equal to +1/6 dH2O/dt. ഡിഫറൻഷ്യൽ റേറ്റ്
ആരെ കണ്ട് dH2/dt അല്ലേ കണ്ട്. സോ പ്ലസ് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ dH2O/dt is equal to differential rate of water dH2/dt is equal to ഈ 4 മോളിൽ പോകും, അപ്പോൾ സോറി 6 മോളിൽ പോകും, 4 താഴെ വരും. സോ 6/4 into what is the value of dNO/dt? dNO/dt is equal to 3.6 into 10⁻⁻3. So 6/4 na 3/2 ആണ്. 3/2 എന്ന് പറഞ്ഞാൽ 6/4 എന്ന് പറഞ്ഞാൽ 3/2, 3/2 ആണ് 1.5. So 1.5 into 3.6 എന്ന് പറഞ്ഞാൽ 5.4 into 10⁻⁻3 molecule per second. So this is the rate of formation of water. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മുമ്പിൽ ഒരു ഇക്വേഷൻ തന്നു, റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞു, റിയാക്ടൻസ് പ്രോഡക്റ്റ് ബില്ല് നമ്മൾ റേറ്റ് എക്സ്പ്രസ് ചെയ്തു. പിന്നെ ശേഷം നമ്മൾ അതിൽ ഒരാളുടെ റേറ്റ് തന്നിരിക്കുന്നു, അത് ഉപയോഗിച്ച് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് വൺ റിയാക്ടൻ അമോണിയ കണ്ടു, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് വൺ പ്രോഡക്റ്റ് വാട്ടറും കണ്ടു. സോ ഈ റേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഒരു റേറ്റ് ഓഫ് റിയാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസും പ്രോഡക്ട്സും ഒരു റിയാക്ഷൻ റേറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഓൺലി. ദാറ്റ് ഈസ് കോൾഡ് റേറ്റ് ലോ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസെൻട്രേഷന്റെ എഫക്റ്റില് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിനെ ഉപയോഗിച്ച് നമ്മൾ റേറ്റ് പറയുമ്പോൾ അതുപോലെ റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ. അപ്പോൾ റേറ്റിനെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസും കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റും എഫക്ട് ചെയ്യും, പക്ഷെ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിൽ മാത്രം എക്സ്പ്രസ് ചെയ്യുന്നു. സോ ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് concentration or molar concentration of reactants only is called rate law. So consider reaction. Reactants turns to product R gives P. So R in the reactants, P in the product side tomorrow. So ഇവിടെ factors concentration of reactant മാത്രം എക്സ്പ്രസ് ചെയ്യാം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് പറയാം another reaction AA plus BB gives CC plus BB, ഒരു general chemical reaction. So generally R gives P, അല്ലെങ്കിൽ AA and BB are the reactants, where A and B are the stoichiometric coefficient and C and D are the products, and small c and small d are the stoichiometric coefficient. So here നമ്മൾ ഇവിടെ എടുക്കുന്നത് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ മാത്രമായിരിക്കും, പ്രോഡക്ട്സ് കൺസിഡർ ചെയ്യൂല. സോ അക്കോർഡിംഗ് ടു എക്സ്പ്രഷൻ ഓഫ് റേറ്റ് ഈസ് ഈക്വൽ ടു ഓർ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A raised to X into മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B raised to B. ഇതാണ് റേറ്റ് ലോ. സോ റേറ്റ് ഓഫ് എ റിയാക്ഷൻ can be expressed in terms of concentration of or molar concentration of reactants only. And finally, rate is equal to K into A raised to X into B raised to Y. That is molar concentration of A raised to X into molar concentration of B raised to Y. Where X and Y may or may not be equal to stoichiometric coefficient. Otherwise, X in the value, Y in the value, this exponents X in the value, Y in the value. ചിലപ്പോൾ A ക്കും B ക്കും ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഈക്വൽ അല്ലാതിരിക്കാം. So where X and Y may or may not be equal to stoichiometric coefficient. Where K is called rate constant. So K ഒരു proportionally constant ആണ്. K ന്റെ പേരാണ് rate constant. So K is called rate constant. ഇതാണ് റേറ്റ് ലോ അനുസരിച്ച് റേറ്റ് ചെയ്ത. സോ റേറ്റ് ലോയില് റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് മാത്രമായിരിക്കും, റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ഉപയോഗിക്കും. സോ ഞാൻ പറഞ്ഞു റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷനും പ്രോഡക്ട്സിന്റെ കോൺസെൻട്രേഷനും റേറ്റിനെ എഫക്ട് ചെയ്യും. പക്ഷേ ഈ റേറ്റ് ലോയിൽ നമ്മൾ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ മാത്രം ഉപയോഗിച്ചിട്ടാണ്. സോ ആക്ച്വലി വാട്ട് ഈസ് റേറ്റ്? ഡിക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബൈ ടൈം അല്ലേ. സോ ദിസ് റേറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് minus dr by dt കൂടെ. So minus dr by dt is a differential rate. Minus dr by dt is equal to K into A raised to X into B raised to Y. So rate, that is minus dr by dt, decrease of concentration of reactant by time, is equal to
k into a raised to x into b raised to y. ഇതാണ് റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ ഓർ റേറ്റ് ഇക്വേഷൻ കോൺസെൻട്രേഷന്റെ എഫക്റ്റിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ എന്താണ് റേറ്റ് ലോ? റേറ്റ് ലോ is the expression in which reaction rate can be expressed in terms of molar concentration of reactants which raises some power which may or may not be equal to the stoichiometric coefficient. ഇതാണ് rate expression. So this is differential rate equation where k is called a rate constant. ഇനി എങ്ങനെ ഒരു റേറ്റ് ലോ എക്സ്പ്രസ് ചെയ്യാം ഒരു റിയാക്ഷൻ? ഒരു എക്സാമ്പിൾ എടുക്കാം. 2NO plus O2 gives 2NO2. ആ റിയാക്ഷന്റെ റേറ്റ് ലോ എന്ന് എക്സ്പ്രസ് ചെയ്ത് നോക്കാം നമുക്ക്. So 2NO plus O2 gives 2NO2. So according to rate law, rate is equal to K into molar concentration of NO raised to X into molar concentration of O2 raised to Y. ഇത്ര നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഈ എക്സും വൈയും ചിലപ്പോൾ 2ഉം 1ഉം ആവാം, അല്ലെങ്കിൽ ആവാതിരിക്കാം. നമുക്കിത് പ്രൂവ് ചെയ്യണം. അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യണം. ഇത് തിയററ്റിക്കലി കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. റേറ്റ് ലോ എക്സ്പെരിമെന്റലി, ആ എക്സ്പെരിമെന്റലി ഈ റേറ്റ് ലോ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇനീഷ്യൽ റേറ്റ് മെത്തേഡ്. സോ ഇനീഷ്യൽ റേറ്റ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ റേറ്റ് ലോ എക്സ്പ്രസ് ചെയ്യാൻ പോവാണ്. അത് നമുക്കൊരു ഡേറ്റ തരും. സോ ഡേറ്റയില് നമുക്ക് ആദ്യം എക്സ്പെരിമെന്റ് 1 molar concentration of NO 0.30 molar, molar concentration of O2 0.30 molar, and initial rate എന്ന കോളം തരും. initial rate 0.096. അപ്പോൾ എക്സ്പെരിമെന്റ് 1ലെ concentration of NO 0.30, concentration of O2 0.30 molar, and initial rate is 0.096. So concentration of NO double ആക്കി 0.60. അപ്പോൾ concentration of O2 ചേഞ്ച് ചെയ്തില്ല. അപ്പോൾ ഇനീഷ്യൽ റേറ്റ് മാറി 0.384 ആയി. 0.384. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലായി ഈ റേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് NO ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ എക്സ്പെരിമെന്റിലെ കോൺസെൻട്രേഷൻ ഓഫ് NO മാറ്റിയില്ല, 0.30 മോളാർ. കോൺസെൻട്രേഷൻ ഓഫ് O2 ഡബിൾ ആക്കി 0.60 മോളാർ ആക്കി. അപ്പോൾ റേറ്റ് 0.192. അപ്പോഴും മനസ്സിലായി ഇനീഷ്യൽ റേറ്റ് മാറി. സോ കോൺസെൻട്രേഷൻ ഓഫ് O2നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡേറ്റയിൽ നമുക്ക് മനസ്സിലായ കാര്യം, ഇവിടുത്തെ ഡേറ്റയിൽ മനസ്സിലായ കാര്യം, റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് NO ആൻഡ് O2. അത് എത്ര ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന അഥവാ ഈ പവേഴ്സ് കാണണം. അപ്പൊ ഇനീഷ്യൽ റേറ്റ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഈ മൂന്നാളെയും ഈ റേറ്റ് ലോ എഴുതാൻ പോകണം. സോ ദ ഫസ്റ്റ് കേസ് റേറ്റ് 0.096 അല്ലേ. സോ റേറ്റിന്റെ സ്റ്റാൻഡേർഡ് കൊടുക്കുക 0.096 is equal to K into molar concentration of NO 0.30 raised to X into molar concentration of O2 0.30 raised to Y. Equation number 1. രണ്ടാമത്തെ കേസിൽ റേറ്റ് 0.384 അല്ലേ. സോ 0.384 is equal to K into 0.60 ഡബിൾ ആക്കി 0.60 raised to X into 0.30 raised to Y. Equation number 2. തേർഡ് കേസിലെ റേറ്റ് 0.192 അല്ലേ. 0.192 is equal to K into 0.30 raised to X into 0.60 raised to Y. Equation number 3. അപ്പൊ നമ്മൾ ഈ മൂന്ന് എക്സ്പെരിമെന്റും റേറ്റ് എഴുതി, റേറ്റ് ഇവിടെ ഉണ്ട്, ഇനീഷ്യൽ റേറ്റ് ഇവിടെ ഉണ്ട്, റേറ്റ് വെച്ചിട്ട് നമ്മൾ എഴുതി. ഇനി നമ്മൾ ഈ മൂന്നാളെയും സോൾവ് ചെയ്യാണ്. സോ ഇക്വേഷൻ 1, 2, 3 ഉപയോഗിച്ച് നമ്മൾ എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. സോ ഇക്വേഷൻ 2/1 ചെയ്യുമ്പോൾ 0.384 divided by 0.096 is equal to K cancel 0.30 cancel, then 0.60 raised to X into 0.30 raised to Y, 0.60 raised to X into 0.30 raised to X. So 0.384 by 0.096 answer is equal to 4. 4 is equal to 0.6 by 0.3, 2 raised to X, 2 raised to X. 2 raised to X 4 ആണെങ്കിൽ X ന്റെ വാല്യൂ എന്തായിരിക്കും? So X is equal to 2. So the power of X, the value of X is equal to 2.
Then നമ്മൾ ചെയ്യുന്നു അടുത്തത് 3 by 1. Equation 3 divided by equation 1. Equation 3 divided by equation 1 ചെയ്യുമ്പോൾ 0.192 divided by 0.096 is equal to E K cancel ആയി 0.3 cancel ആയി 1 ആയി പോകും 1 ആയി then 0.60 raised to y divided by 0.30 raised to y. അവിടെ 0.192 divide 0.096 2 is equal to 2 raised to y. 2 raised to y 2 ആണെങ്കിൽ y ന്റെ വാല്യൂ 1. So x ന്റെയും y ന്റെയും വാല്യൂ നമ്മൾ കണ്ടെത്തി. x ന്റെ വാല്യൂ 2, y ന്റെ വാല്യൂ 1. അങ്ങനെയാണെങ്കിൽ റേറ്റ് ലോ എഴുതിക്കൂടെ ഇക്വേഷന്റെ റേറ്റ് ലോ റേറ്റ് is equal to k into no raised to x ന് പകരം എന്ത് കൊടുക്കാം no raised to 2 അഥവാ x ന്റെ വാല്യൂ 2 and y raised to 1. So this is the rate law expression of this reaction. In this case the powers are equal to stoichiometric coefficient. So 2 ഇവിടെയും 2 ആണ് 1 ഇവിടെയും 1 ആണ്. അപ്പോൾ ഈ കേസിൽ ഈ പവർ stoichiometric coefficientനെ ഈക്വൽ ആയിട്ട് may or may not be ഈക്വൽ ആവാം അല്ലാതിരിക്കാം stoichiometric coefficient. ഇതിന്റെ പേരാണ് ഇനീഷ്യൽ റേറ്റ് മെത്തേഡ് ഉപയോഗിച്ച് റേറ്റ് ലോ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്, തിയറിറ്റിക്കലി പറയാൻ പറ്റൂല. x and y ഒരു എക്സ്പെരിമെന്റൽ വാല്യൂ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തിയിട്ട് വേണം ഇത് ചെയ്യുന്നതിന്. അടുത്തതായിട്ട് റേറ്റ് കോൺസ്റ്റന്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. റേറ്റ് ലോ അനുസരിച്ച് റേറ്റ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ the proportionality constant rate constant. So k is equal to a raised to x into b raised to y where k is called a rate constant. അപ്പോൾ നമ്മൾ concentration of molar concentration of reactant all the reactants taken as unity 1 molar അങ്ങനെയാണെങ്കിൽ rate is equal to എന്ത് വരും k വരും. So rate constant k is defined as the rate of reaction when the molar concentration of each reactants are taken as unity or 1 molar. അതുകൊണ്ടാണ് റേറ്റ് കോൺസ്റ്റന്റ് റേറ്റിന്റെ റിയാക്ഷൻ റേറ്റ് തന്നെയാണ് എപ്പോൾ കോൺസെൻട്രേഷൻ ഇസ് ടേക്കൺ ആസ് യൂണിറ്റി 1 മോളാർ. ഇനി എന്തൊക്കെയാണ് റേറ്റ് കോൺസ്റ്റന്റിന്റെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്? ഒരു റേറ്റ് കോൺസ്റ്റന്റിനെ കുറിച്ച് അറിഞ്ഞു വെച്ചാൽ നമുക്ക് എന്തൊക്കെ ഉപകാരം റിയാക്ഷനുമായി ബന്ധപ്പെട്ട് ലഭിക്കും? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഒന്നാമതായിട്ട് റേറ്റ് കോൺസ്റ്റന്റ് can be used to identify the speed of reaction. So greater the value of rate constant k, faster is the reaction. Greater the value of rate constant k, our reaction faster ആയിരിക്കും. Every reaction has a definite value of rate constant at a particular temperature. എല്ലാ റിയാക്ഷനും അഥവാ ഈ പറയപ്പെട്ട സ്പീഡ് പഠിക്കുന്ന റിയാക്ഷൻ ഒക്കെ ഒരു ഡെഫിനിറ്റ് വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ. And the value of rate constant depends upon the temperature. അഥവാ ടെമ്പറേച്ചർ മാറുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ മാറും. And rate constant do not depends upon the concentration of reactants. റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷന് റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ 4 പോയിന്റുകളാണ് റേറ്റ് കോൺസ്റ്റന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്, faster is the reaction. Every reaction has a definite value of rate constant at a particular temperature. The value of rate constant depends upon the temperature, and the value of rate constant do not depends upon the concentration of reactants. അടുത്തായിട്ട് പഠിക്കാനുള്ളതാണ് order of a reaction. Overall order or order of a reaction, it is the sum of the powers of concentration terms in a rate law expression. അപ്പോൾ നമുക്ക് റേറ്റ് ലോ എക്സ്പ്രസ് ചെയ്യാം. റിയാക്ഷൻ a plus b gives products. Rate log expression rate is equal to k into a raised to x into b raised to y. These are the powers. So this power x is ordered with respect to a and y is ordered with respect to b. അപ്പോൾ ഇത് രണ്ടും കൂടി സം എടുത്താൽ ഓവറോൾ ഓർഡർ കിട്ടും. സോ ഓവറോൾ ഓർഡർ n is equal to sum of the powers of concentration terms in rate law expression. So n is equal to x plus y. So singly x എടുക്കാൻ with respect to a ആ ഓർഡർ ആണ്, y എടുക്കാൻ with respect to b അതൊരു ഓർഡർ ആണ്, സം എടുക്കാൻ ഓവറോൾ ഓർഡർ കിട്ടും. So n is equal to x plus y. Depending upon the value of n, reaction can be classified different types. If the value of n is equal to 0, sum of the x plus y or order is 0, the reaction is termed as zero order reaction. Zero order reaction. In n ന്റെ value 1 ആണെങ്കിൽ നമ്മൾ വിളിക്കും first order reaction. First order reaction. n ന്റെ value 2 ആണെങ്കിൽ വിളിക്കും second order reaction. Second order reaction.
n ന്റെ വാല്യൂ 3 ആണെങ്കിൽ വിളിക്കും തേർഡ് ഓർഡർ റിയാക്ഷൻ, etc. അങ്ങനെ പോകും. So value of n 0 0 order reaction, value of n 1 first order reaction, value of n 2 second order reaction, value of n 3 is called third order reaction. Different examples എല്ലാത്തിനുണ്ട്. നമുക്ക് ഓരോ എക്സാമ്പിൾ നോക്കാം. Order of reaction, what is order of reaction? Order of reaction is the sum of the powers of concentration term in a rate law expression or rate law expression le concentration term in the powers in the sum ആണ് overall order n is equal to x plus y. n ന്റെ വാല്യൂ in the reaction പേര് വിളിക്കാം. n ന്റെ വാല്യൂ 0 ആണെങ്കിൽ zero order reaction, n ന്റെ വാല്യൂ 1 ആണെങ്കിൽ first order reaction, n ന്റെ വാല്യൂ 2 ആണെങ്കിൽ second order reaction, n ന്റെ വാല്യൂ 3 ആണെങ്കിൽ third order reaction. നമുക്ക് ഓരോരുത്തരുടെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഓർഡർ ഓഫ് റിയാക്ഷൻ അനുസരിച്ച് നമുക്ക് ഓരോരുത്തരുടെ എക്സാമ്പിൾ നോക്കാം. ആദ്യമായിട്ട് നോക്കുന്നത് സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ. സോ 2NH3 പ്ലാറ്റിനം കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ N2 + 3H2 ആവുന്ന ഈ റിയാക്ഷന്റെ ഓർഡർ 0 ആണ്. So rate is equal to experiment can be find that rate is equal to K into NH3 raised to 0. So is an example of zero order reaction. So power is 0. So it is zero order reaction. Zero reaction. What is first order example നോക്കാം. So zero order reaction ആയി first order example നോക്കാം. First order 2H2O2 gives 2H2O plus O2. Decomposition high temper oxide. Rate law express ചെയ്യാം. Rate is equal to K into H2O2. ഇതാണ് rate law express ചെയ്യുന്നത്. So ഇവിടെ rate is equal to K into NH3 0 ആണ്. അഥവാ NH3 ന്റെ കോൺസെൻട്രേഷന്റെ പവർ 0. അതിനർത്ഥം റേറ്റ് ഇൻഡിപെൻഡന്റ് upon the concentration ആണ് കേട്ടോ റേറ്റ്. ഇവിടെ റേറ്റ് ഫസ്റ്റ് പവർ ആണ്, ഫസ്റ്റ് പവർ. സോ ഓർഡർ is equal to ഇവിടെ n is equal to 0 ആണെങ്കിൽ ഇവിടെ n is equal to 1, n is equal to 1 ആണെങ്കിൽ ആ റിയാക്ഷന്റെ പേരാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇത് zero order reaction. And third one is second order reaction. നോക്കൂ second order reaction H2 plus I2 gives 2HI. H2 gives I2 plus 2HI. According to rate law, rate is equal to K into H2 into I2. ഇത് experimentally prove ചെയ്താണ് കേട്ടോ. experimentally prove ചെയ്താണ് H2 into I2. So rate is n is equal to 1 plus 1 അല്ലേ. So 1 plus 1 is equal to 2. So it is an example of second order reaction. So 2NH3 is N2 plus 3H2 is an example of zero order reaction. 2H2O2 is 2H2O plus O2, order is 1, is an example of first order reaction. And H2 plus I2 is 2HI raised to K into H2 raised to 1 into I2 raised to 1, that is N is equal to second order reaction. And the fourth one is third order reaction. 2NO plus O2 gives 2NO2. According to rate law, prove rate is equal to K into NO square into O2 raised to 1. So N is equal to overall order 2 plus 1. 2 plus 1 is equal to 3. So it is an example of third order reaction. അപ്പോൾ n ന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് റിയാക്ഷനെ സീറോ ഓർഡർ റിയാക്ഷൻ വിളിക്കാം, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിളിക്കാം, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ വിളിക്കാം, തേർഡ് ഓർഡർ റിയാക്ഷൻ വിളിക്കാം. So what is order? Order is the sum of the powers of concentration term in a rate law expression. So it is overall order. It is second order of second with respect to NO, order first with respect to O2. ഇവിടെ order first with respect to H2 and order 1 with respect to I2. മനസ്സിലാകണ്ടല്ലോ. ഇവിടെ ഫസ്റ്റ് ഓർഡർ ആണ്, ഇവിടെ സീറോ ഓർഡർ ആണ്. അവിടെ ഓർഡർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ് ആണ് റേറ്റിന്റെ കോൺസെൻട്രേഷൻ. Okay, first zero power, first power, then first power, second power, etc. So this is order of reaction. ഇനി എക്സാമിന് എങ്ങനെ വരും? എക്സാമിന് ചോദിക്കുക ഒരു ജനറൽ റിയാക്ഷൻ തരും, അതിന്റെ റേറ്റ് ലോ തരും, അതിന്റെ ഓവറോൾ ഓർഡർ പറയാം. അങ്ങനെ രണ്ട് ചോദ്യം ചെയ്യാൻ നോക്കി. അടുത്തായിട്ട് ആ രണ്ട് ക്വസ്റ്റ്യൻ എക്സാമിന് എങ്ങനെ വരും? ക്വസ്റ്റ്യൻ എഴുതാം. അപ്പൊ ചോദ്യം ഇതാണ്, കാൽക്കുലേറ്റ് ഓവറോൾ ഓർഡർ ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ. ഇതിന്റെ കാര്യം മനസ്സിലാക്കാം. ഓർഡർ എപ്പോഴും ഹോൾ നമ്പർ ആവണം നിർബന്ധമില്ല. ഹോൾ നമ്പർ ഇൻറ്റിജറിന് പുറമെ നെഗറ്റീവ് ആവാം, ഫ്രാക്ഷനും ആവാം. സോ ഓർഡർ ഈസ് എൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. നമുക്ക് വരുന്നുണ്ട് ഓർഡർ എക്സ്പെരിമെന്റൽ കണ്ടുപിടിക്കുന്ന ക്വാണ്ടിറ്റിയാണ്. അത് ഹോൾ നമ്പർ ഇൻറ്റിജർ ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ ഫ്രാക്ഷനും ആവാം, അല്ലെങ്കിൽ മേ ബി സീറോയും ആവാം, അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ ഓർഡർ എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കപ്പെടുന്ന ക്വാണ്ടിറ്റിയാണ്. സോ ഈ രണ്ട് ഇങ്ങനെ എക്സാമിന് ചോദ്യം വരെ ഇങ്ങനെ തന്നിട്ട് ഇതിന്റെ ഓവറോൾ ഓർഡർ ചെയ്താൽ പറയും. സോ വളരെ ഈസിയാണ്. ഒന്നാമത്തെ ചോദ്യം, സോ n is equal to പവേഴ്സിന്റെ സം എടുത്താൽ പോരെ. സോ ഹാഫ് പ്ലസ് 3/2, ഹാഫ് പ്ലസ് 3/2 is equal to 4/2 is equal to 2. So overall order is equal to 2. രണ്ടാമത്തെ ചോദ്യം, റേറ്റ് is equal to k into a raised to 3/2 into b raised to -1 ആണ്. So
സോ പവേഴ്സ് 3/2 ആൻഡ് -1 നെഗറ്റീവ് ആവും, ഫ്രാക്ഷൻ ആവും, ഹോൾ നമ്പർ ഇൻറ്ററും സീറോയും ഒക്കെ ആവും ഓർഡർ കേട്ടോ. സോ is equal to n is equal to 3/2 minus 1 is equal to 3/2 1.5 1.5 minus 1 is equal to 0.5. So overall order is equal to 0.5 ആണ്, ഹാഫ് ആണ് ഓർഡർ. അപ്പോൾ ഓർഡറിന്റെ വാല്യൂ ഫ്രാക്ഷൻ ആവാം, ഹോൾ നമ്പർ ഇൻറ്റിജർ ആവാം, സീറോ ആവാം, നെഗറ്റീവ് വാല്യൂ അതൊക്കെ വിത്ത് റെസ്പെക്ട് ടു ബി എ എക്സെട്ര. സോ ഇങ്ങനെയാണ് ഓർഡർ എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു? വാട്ട് ഈസ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് റിയാക്ഷനിൽ കോൺസെൻട്രേഷൻ്റെ എഫക്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കോൺസെൻട്രേഷൻ്റെ റിയാക്ടൻസും പ്രോഡക്റ്റും റേറ്റിനെ എഫക്ട് ചെയ്യും. നമ്മൾ എടുക്കുന്ന കോൺസെൻട്രേഷൻ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് മാത്രമാണ്. ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ഈസ് കോൾഡ് റേറ്റ് ലോ ഓർ റേറ്റ് എക്സ്പ്രഷൻ ഓർ റേറ്റ് ഇക്വേഷൻ, ആൻഡ് റേറ്റ് ഈസ് ഈക്വൽ ടു k into a raised to x into b raised to y, where x and y may or may not be equal to the stoichiometric coefficient. അതിൽ നമ്മൾ ആ ഡിഫറൻഷ്യൽ റേറ്റ് എഴുതി, അതിനുശേഷം റേറ്റ് ലോ എക്സ്പ്രസ് ചെയ്തു. റേറ്റ് ലോ എക്സ്പ്രസ് ചെയ്ത ശേഷം നമ്മൾ എന്ത് പഠിച്ചു? ആ റേറ്റ് കോൺസ്റ്റന്റിനെ കുറിച്ച് പഠിച്ചു. റേറ്റ് കോൺസ്റ്റന്റ് ഒരു റേറ്റ് തന്നെയാണ്. കോൺസെൻട്രേഷൻ ഓഫ് ഓൾ ദ റിയാക്ടൻസ് ടേക്കൻ ആസ് യൂണിറ്റി. റേറ്റ് കോൺസ്റ്റന്റിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം നമ്മൾ ഓർഡർ ഓഫ് റിയാക്ഷൻ പഠിച്ചു. സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ടൈമിന്റെ റേറ്റ് ലോ, എന്നിന്റെ വാല്യൂ അനുസരിച്ച് സീറോ ഓർഡർ റിയാക്ഷൻ ഉണ്ട്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഉണ്ട്, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ഉണ്ട്, തേർഡ് ഓർഡർ റിയാക്ഷൻ എക്സെട്ര. അങ്ങനെയുണ്ട്. ആ ഓർഡർ നമ്മൾ കാണാനും പഠിച്ചു. ബാക്കിയുള്ള ടോപ്പിക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ്, സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡറിലും അതോടെ മോളിക്കുലാരിറ്റി എന്ന ടോപ്പിക്കും പഠിക്കും. ഓക്കെ, താങ്ക് യു.